ഹായ് ഫ്രണ്ട്സ്, കണ്ണലിച്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിതാ കുറച്ച് പച്ചച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് സാധാരണ സിമ്പിളായിട്ട് കറി വയ്ക്കാം. അപ്പോൾ ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതാ ഞാനെടുത്തേക്കുന്ന ഒരു 4 ചെറിയ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില, കുടംപുളി, പിന്നെ ഇത് കുറച്ച് നാളികേരം, ഒരു 2 പിടി നാളികേരം അരച്ചത്, പിന്നെ ഇത് കാച്ചാനുള്ളതാണ് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, വേപ്പിലയും കൂടെ നമുക്ക് കാച്ചാനായിട്ട് എടുക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഒരു കറിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അരപ്പ്, അതായത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ചേർക്കുക. ഇത് ചേർത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ കുടംപുളി, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കണ നാളികേരം അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് വേഗം പാകത്തിലേക്കുള്ള നമ്മുടെ വെള്ളം, കാരണം അധികമൊന്നുമില്ല, ഇത് വെന്ത് വരുമ്പോഴത്തേനും കണ്ടതിൻ്റെ പകുതിയാവും ചെമ്മീൻ. നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ചെമ്മീനാണെങ്കിൽ അധികം ചാറും കൊള്ളത്തില്ല. ഇപ്പം ചെമ്മീൻ വേഗം അതിൽ തന്നെ ഉണ്ട് നമുക്ക് വെള്ളം. അപ്പോൾ ഇത് ഇങ്ങനെ അരപ്പ് പുരട്ടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് കഴിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്ക് ചെമ്മീൻ്റെ അതിലിട്ട് വേവിക്കാം. അതാ ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ടത് മൂടിയിട്ട് അത് നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച ശേഷം നമുക്കതിലേക്ക് ചെമ്മീനിട്ട് വേവിക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ്റെ അരപ്പ് നന്നായിട്ട് വെന്ത് മണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടുക. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ നാര് എടുത്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതാ നാര് ഉള്ളിൽ നിന്ന് മാറ്റണം. അരപ്പിൽ കിടന്നിട്ടിനി ഇത് നന്നായിട്ട് ഒന്ന് വേവട്ടെ. ഇത് നല്ല നമുക്ക് ചാറ്, ചെമ്മീൻ കറിക്ക് അധികം ചാറ് കൊള്ളില്ല, അങ്ങനെ ഒരു കുറുകിയിരിക്കണം. പിന്നെ ഇതിൽ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് ചെയ്താലും നല്ലതാ. കരിക്ക് പണ്ട് അച്ഛൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് എനിക്ക് ഓർക്കുന്നുണ്ട്, ഈ മറ്റേ കരിക്ക് നീളത്തിലരിഞ്ഞിട്ട് ചെമ്മീനിലിട്ട് വയ്ക്കും. അപ്പോൾ അത് നാളികേരം അരക്കില്ല കേട്ടോ. അപ്പോൾ ആ കരിക്കിൻ്റെ ഇത് ചെമ്മീനിലൊക്കെ ചേരുമ്പോണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ ആ കരിക്ക് കഴിക്കുമ്പോഴാണ് ശരിക്കും കരിക്കിന് ആ ചെമ്മീൻ്റെ ഫ്ലേവറാണ് വരിക. അപ്പോൾ നമ്മൾ അതിന് പകരം ഇതിപ്പോൾ നമുക്ക് കരിക്കും ഇത് കരിക്ക് കിട്ടാനില്ല ഒന്നാമത്, പിന്നെ അധികം ചെമ്മീനും ഇല്ല. അപ്പോൾ നമ്മളിതിൽ നാളികേരം അരച്ച് വെച്ചത്. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പിലേക്ക് ഉള്ളി താളിക്കാം. ഒരു വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളി, വേപ്പിലയും കൂടെ കാച്ചൽ.
നന്നായിട്ട് മുക്കുക. സാധാരണ ചെമ്മീന് എരിവ് മധുര, അപ്പം ഞാനിന്ന് ഇച്ചിരി മുളക് പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു ഇത്തിരി എരിവ് വേണം. ഈ സാധാരണ ചെമ്മീൻ, കൂന്തൾ അതിനൊക്കെ നമുക്ക് മധുരം കൂടുതൽ. അപ്പം അതിലൊന്നെങ്കിൽ കുരുമുളക് പൊടി, ഇത് ഫ്രൈ ചെയ്യണമെങ്കിൽ കുരുമുളക് പൊടി ഇത്തിരി കൂടുതലിടും. ഇപ്പം സാധാരണ ഇതായതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇത്തിരി കൂടുതലിട്ട്. സാധാരണ ചിലർ മുളക് പൊടി കുറയ്ക്കും, ചെമ്മീൻ അധികം ഉപയോഗിക്കത്തില്ല. അവർക്ക് ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഇതാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനും എരിവാണ് ഇഷ്ടം, എരിവാണ് മുന്നിൽ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഉള്ളി മൂത്തത് അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുക. ഒന്ന് നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, കാരണം എരിവുണ്ട് കറിക്ക് നമുക്ക്, അതുകൊണ്ട് തന്നെ കുറച്ച്. അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്ക് താളിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതാണ് ചെമ്മീൻ കറി. ഇത് നന്ന ചൂടാറി, അധികം ഇതില്ലാതെ, വല്ല അധികം ചാറ് പാടില്ല. അപ്പം നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിഭവത്തോടു കൂടി അപ്പം നിങ്ങളെല്ലാവരും കാണാനല്ലേ ലച്ചൂസ് ഫാമിലി വ്ളോഗ് മറക്കാതെ കാണുക. ടാറ്റാ, ബൈ ബൈ.